1980 കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രൂപീകരിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംവിധാനമാണല്ലോ വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം പ്രീ കെ ജി മുതൽ പി ജി വരെയുള്ള വലിയൊരു വിദ്യാഭ്യാസ ശൃംഖലയായി വളർന്നിരിക്കുന്നു. വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് 2010 വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന പേരിൽ വിറാസ് സ്ഥാപിതമാവുന്നത്. എന്തായിരുന്നു ഈ ഒരു സമയത്ത് മാനേജ്മെന്റിന്റെ ലക്ഷ്യം? നോക്കൂ, ഈ 1980-കളിൽ വടക്കേ മലബാറിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പഴയങ്ങാടി എന്നുള്ളത്. ഇത്തരമൊരു നാട്ടിനെ, അതിലെ മനുഷ്യരെ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രസ്റ്റിൻ്റെ ഒരു തീരുമാനമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാടായിപ്പാറയിലെ 6 ഏക്കർ സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉയർന്നു വരികയാണ് ഉണ്ടായത്. ബേസിക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നാട്ടിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ട്രസ്റ്റ് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഈ 100 ആരാധനാലയങ്ങൾക്ക് പകരം ഒരു വിദ്യാലയം തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ധാരാളമാണെന്ന്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വാദിഹുദക്ക് നല്ലൊരു ചേഞ്ച് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 10,000-ന് മുകളിൽ വിദ്യാർത്ഥികൾ നമുക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വാദിഹുദയിൽ നിന്നും ബേസിക് വിദ്യാഭ്യാസം കിട്ടി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. ആ ഒരു എഡ്യൂക്കേഷൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ അത് വികസിച്ച് വ്യാപിച്ച് എത്തി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ഏകദേശം 4ഓളം ക്യാമ്പസുകളിലായി, കണ്ണൂർ ജില്ലയിൽ തന്നെ 4ഓളം ക്യാമ്പസുകളിലായി 5000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രീ കെ ജി തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ പി ജി വരെയുള്ള ബൃഹത്തായ വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. ഇത് വാദിഹുദ നേടിയെടുത്ത വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന അർത്ഥത്തിലാണ് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് കടന്നു വരുന്നത്. വാദിഹുദയിൽ എനിക്ക് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ഒരു വലിയൊരു സവിശേഷതയായി തോന്നിയത് അതിൻ്റെ ഒരു വളർച്ച തന്നെ. 1980 ഒരു ബോർഡിംഗ് സ്കൂൾ വരുന്നു, പിന്നീട് ഒരു 3 വർഷം കൊണ്ട് ഒരു ITI വരുന്നു, പിന്നീട് അതിൽ ഓർഫനേജ് വരുന്നു, CBSE സ്കൂൾ വരുന്നു, 2010 അതിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജ് വരുന്നു, ഏകദേശം 2024 വരെ പുതിയ സ്ഥാപനമാണ്. ഇങ്ങനെ ഓരോ 10 വർഷം കൂടുമ്പോഴും പുതിയ സ്ഥാപന സംവിധാനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക എന്നത് എനിക്ക് തോന്നുന്നു ഈ മാനേജ്മെന്റിന്റെ വലിയൊരു സവിശേഷതയാണ്. അതെ, എന്താ വെച്ചാൽ സമൂഹത്തിൻ്റെ നീഡാണല്ലോ ഏത് ഓൺടർപ്രണേഴ്സിനും ഉണ്ടാക്കുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഈ മാറ്റം വാദിഹുദ കൈവരിക്കുന്നതും എന്താണോ സമൂഹത്തിന് ആവശ്യം, അതായത് കാലഘട്ടത്തിൽ എന്താണോ ആവശ്യം, അതിനനുസരിച്ചിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റും ഡെവലപ്പ് ചെയ്യുന്നു. പുതിയ ആളുകൾ മാനേജ്മെൻറ്റിൽ കടന്നു വരുന്ന യങ്സ്റ്റേഴ്സ്, അതുപോലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ അതിനൊരു പ്രത്യേകതയാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് എന്താണോ ആ മൊമെൻറ്റിൽ ആവശ്യം അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് അത്ഭുതം തോന്നിയത് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ 2010 ഞാൻ മനസ്സിലാക്കുന്നു 3-4 കോഴ്സുകളുമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ സ്ഥാപനം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈ ഒരു ബിൽഡിംഗ് മാത്രമുള്ള ഈ സ്ഥാപനത്തിന്റെ പേര് അന്ന് ആ പേരിട്ടത് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന ഡിഗ്രി കോഴ്സുമായി വളരെ പ്രാരംഭഘട്ടത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് ഇത്തരം ഒരു പേരിടുകയും യഥാർത്ഥത്തിൽ 16 വർഷങ്ങൾക്കിപ്പുറം അതിനെ ഒരു അന്വർത്ഥമാക്കുന്ന രൂപത്തിലേക്ക് ഈ സ്ഥാപനം സഞ്ചരിക്കുകയും ചെയ്യുക എന്നത് അതൊരു അത്ഭുതമായിട്ട് തന്നെ മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഇത് തുടങ്ങുന്ന ആളുകളുടെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇത് തുടങ്ങുമ്പോഴുണ്ടായ ലക്ഷ്യങ്ങളും ഇപ്പോൾ വിറാസിനെ സംബന്ധിച്ചുള്ള വിറാസിന്റെ മുന്നോട്ട് പോക്കിലുള്ള ലക്ഷ്യങ്ങളും എങ്ങനെ വിലയിരുത്തുന്നത്? അത് ഒരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ വാദിഹുദയുടെ ട്രസ്റ്റീസൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന കമ്പനികളിലും മറ്റും വർക്ക് ചെയ്ത് ഇപ്പോൾ വാദിഹുദ ട്രസ്റ്റീസായിട്ട് മാറിയ ആളുകളാണ് കൂടുതലും.
അവരുടെ ഒരു ജീവിതത്തിൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും തന്നെയാണ് ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. അങ്ങനെ തന്നെയാണ് റിസർച്ച് എന്നുള്ളത്. കാരണം മറ്റ് സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ റിസർച്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇടയിൽ ഇല്ല സ്ഥാപനം. അതുകൊണ്ട് തന്നെയാണ് പേരിൽ അത് നമ്മൾ ഇട്ടത്. പക്ഷേ ഒരു റിസർച്ച് കൾച്ചറിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളത് അത്ര ഈസി അല്ല ഈ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസ ക്രമത്തിൽ. കാരണം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയുടെ നോംസിനനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഗ്രോത്ത്, പക്ഷേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നു എന്ന് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫുൾ ടൈം റിസർച്ച് ഡയറക്ടറുടെ കീഴിൽ നമുക്കിവിടെ ഒരു റിസർച്ച് വിങ് തന്നെ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ കുട്ടികളിലെ UG PG അതുപോലെ ടീച്ചേഴ്സും ഒക്കെ ഈ റിസർച്ച് കൾച്ചറിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ധാരാളക്കണക്കിന് നാഷണൽ ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് പ്രസൻറ്റേഷനും അതുപോലുള്ള ആക്ടിവിറ്റീസിലും ഓരോ പിന്നെ ആളുകളും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കൾച്ചർ നമുക്കിവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് വേണ്ടി ഗ്രാൻഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാ രീതിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. ഇതിന്റെ തന്നെ ഒരു തെളിവായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മളുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു സെൻഡ് ഓഫ് പ്രോഗ്രാമിൽ ഇവിടെ നിന്ന് മറ്റൊരാവശ്യത്തിന് വേണ്ടി പിരിഞ്ഞു പോകുന്ന ഒരു ഫാക്കൽറ്റി മെമ്പർ അവിടുന്ന് പറയാണ് അവരുടെ സുഹൃത്തും അവരും ഒരുപോലെ 2 വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു, അവർക്ക് PhDക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നു, അവർക്ക് അവരുടെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ സ്ഥാപനത്തിൽ രൂപപ്പെടുന്നു. എന്നാൽ അവരുടെ സുഹൃത്തിന് അതൊന്നും ഇല്ലാതെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയും അവർ പോകുന്ന സന്ദർഭത്തിൽ അവർ വിശദീകരിക്കേണ്ടായി. എനിക്ക് തോന്നുന്നു റിയാസ് സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രകടിതമാക്കുവാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്ന് എനിക്ക് തോന്നുന്ന വിഷയം. അതെ, മാനേജ്മെന്റിന് ഇങ്ങനെ ഒരു സ്ട്രോങ് തീരുമാനവും അതുപോലെ ഇത്തരം വിഷനിലേക്ക് നടക്കാനൊക്കെ സാധിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനവും അതുപോലെ വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യവും ഒക്കെ തന്നെയാണ്. നമ്മൾ കേവലം സ്റ്റുഡൻസിന് മാത്രം എന്തെങ്കിലും രീതിയിൽ ഒരു ഡെവലപ്മെന്റ് എന്ന അർത്ഥത്തിലല്ല നമ്മളിവിടെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസിന് ആരായാലും നമ്മുടെ പാർട്ട് ആൻഡ് പാർസലായി അവർ വർക്ക് ചെയ്യുക, അവരുടേതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു തോന്നൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഔട്ട്പുട്ടും റിസൾട്ടൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു സന്ദർഭത്തിൽ അവർ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അത് ശരിയാണ്. ഇവിടെ വന്ന ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ എൻ്റർ ചെയ്ത ഫാക്കൽറ്റീസ് ആരും തന്നെ സ്വമേധയാ ഇവിടുന്ന് ഒരു തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാറില്ല. അത് ഇവിടെ സ്നേഹിക്കുന്ന ഇതിനോട് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഗ്രോത്ത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും ആ ഗ്രോത്ത് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ വിദ്യാർത്ഥിയായി വന്ന ഒരാൾ അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി, അവർ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇവിടെ മാറുന്നു. അവർ പിന്നീട് അവരുടെ അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് അവരിവിടുത്തെ HOD ഇൻചാർജായി മാറുന്നു, പിന്നീട് HOD ആയി മാറുന്നു, പിന്നീട് IQAC വരുന്നു. ഇങ്ങനെ തുടങ്ങി ഓരോ ഏരിയയിലും അവരുടെ ഗ്രോത്ത് അവരുടെ മുന്നിൽ തന്നെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മറ്റ് ടീച്ചിങ് ആവട്ടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ നമുക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് എപ്പോഴും ഈ സ്ഥാപനം മേക്ക് ഷുവർ ചെയ്യുന്നതായി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോ സന്ദർഭത്തിൽ. അതിന് ഒരു കാരണമുണ്ട്. ഇതൊന്നും ആക്സിഡൻ്റലി സംഭവിക്കുന്നതല്ല. ഇത് ലേണിംഗ് എന്നുള്ളതിന് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. ലേണിംഗ് എന്നുള്ളതിന് ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഫാക്കൽറ്റീസും നോൺ ടീച്ചിങ് ആർക്കും ലേൺ ചെയ്യാനുള്ള സാഹചര്യം ആധുനിക ലോകത്ത്, ഡിജിറ്റൽ ലോകത്തുണ്ട്. പക്ഷേ നമ്മൾ ആരോ ഒരാൾ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ടാൽ മാത്രമേ സ്വിമ്മിംഗ് പഠിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത് തള്ളിയിടുന്ന ഒരു ഏജൻ്റായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റും ഇതിൻ്റെ ഉയർന്ന ബോഡിയും ശ്രമിക്കുകയാണ്. അതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആളുകൾ ലേണിംഗ് കൾച്ചർ സ്വമേധ ഇല്ലാത്ത ആളുകളുണ്ടാവും, ഇവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ കൂടി 5 വർഷം കഴിഞ്ഞാൽ അവരെന്ത്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അവരുടെ എത്തി നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മാനേജ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ എന്നാണ് എനിക്ക് കുറച്ചുകൂടി അത് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ ഈ സ്ഥാപനത്തിൽ 2014 വരുന്നത്. 2014 വരുമ്പോൾ ഒരു ഓഫീസ് സ്റ്റാഫ് എന്നുള്ള ഒരു പ്ലേസ്മെന്റിലാണ് ഞാനിവിടെ വരുന്നത്. പിന്നീട് അസിസ്റ്റന്റ് അഡ്മിൻ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ, ചീഫ് അഡ്മിൻ ഓഫീസർ,
കഴിഞ്ഞ ഒരു 12 വർഷത്തെ ഒരു എൻ്റെ ഒരു കരിയറിൽ നോക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വളർച്ച എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്നിൽ മാത്രമല്ല, മറ്റുള്ള സ്റ്റാഫിലും ഒക്കെ എനിക്ക് ആ ഒരു ഗ്രോത്ത് ഫാക്ടർ എപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ സ്ഥാപനത്തിൽ. എന്താണ് വിറാസിന്റെ ഒരു ഫ്യൂച്ചർ? വിറാസിനെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? 2010 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വന്ന ഒരു സ്ഥാപനമാണ് വിറാസ്. വളരെ കുറച്ച് കുട്ടികളും വളരെ പരിമിതമായ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി സ്ഥാപിതമായതാണ്. എന്നാൽ കഴിഞ്ഞ 15-16 വർഷത്തിൻ്റെ ഒരു യാത്രയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആകെയുള്ള സെൽഫ് ഫിനാൻസിങ് 70ഓളം കോളേജുകളാണ് സെൽഫ് ഫിനാൻസിങ് കോളേജായിട്ടുള്ളത്. അതിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വിറാസ് മാറിയിരിക്കുകയാണ്. ആ ഒരു ഗ്രോത്ത് എന്നുള്ളത് വളരെ സ്ട്രഗിളിംഗ് ആയിരുന്നു, എങ്കിൽ പോലും വളരെ പ്രോമിസിംഗ് ആയിരുന്നു. ആ അർത്ഥത്തിൽ വിറാസിൻ്റെ അച്ചീവ്മെൻറ്റിൽ വളരെ എടുത്തു പറയേണ്ട സംഗതിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയെടുത്ത നാക് അക്രഡിറ്റേഷൻ. നാക് അക്രഡിറ്റേഷനിൽ ഏറ്റവും മികച്ച റാങ്കോട് കൂടി, സ്കോറോട് കൂടി നാക് അക്രഡിറ്റഡ് ആയി വന്നു എന്നുള്ളത് വിറാസിൻ്റെ വളർച്ചയിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ ഈ കോളേജും ക്യാമ്പസും എന്നുള്ളത്. ഒരു ബിൽഡിങ്ങിൽ കുറേ കോഴ്സ് ഉണ്ടായാൽ മാത്രം കോളേജ് ആവില്ല. ക്യാമ്പസ് ആകുമ്പോൾ മാത്രമേ വിദ്യാർത്ഥികളുടെ നാനാവിധത്തിലുള്ള വളർച്ചയ്ക്കും അത് ഉപകാരപ്പെടുകയുള്ളൂ. കേവലം അക്കാഡമിക് മാത്രം ഉള്ള ഒരു ഗ്രോത്ത് എന്നുള്ളത് ഒക്കെ ആയിരുന്നു നമ്മുടെ മുമ്പേ ഉള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇവിടെ ജോയിൻ ചെയ്ത് അവർ 3-4 വർഷം കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ വിദ്യാർത്ഥി ഓവറോൾ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് വിറാസിൻ്റെ മൊത്തം വിദ്യാഭ്യാസ രീതിയെ സെറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാക് അക്രഡിറ്റേഷന് ശേഷം നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന 1-2 മേഖലകളിൽ ഒന്ന് റിസർച്ച് തന്നെയാണ്. നമ്മുടെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് റിസർച്ച് മേഖലയിൽ ഒരു റിസർച്ച് സെൻ്ററായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മാറും എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഓട്ടോണോമസ് പദവിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിറാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിന് ഫിറ്റാകുന്ന രൂപത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റണം. അത് സർക്കാർ മാറട്ടെ എന്നിട്ട് നമ്മൾ മാറാം എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ 13ഓളം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരികയാണ്. US, UK, ഓസ്ട്രേലിയ, ഈ 3 രാജ്യങ്ങളിൽ നിന്നും 13 യൂണിവേഴ്സിറ്റികൾ, പ്രമുഖ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ വരികയാണ്. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വരികയാണ്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായ സംഗതിയാണ്. കാരണം കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാലം മാറിക്കൊണ്ടിരിക്കുക, വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫിറ്റായ രീതിയിൽ വിറാസിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പരിശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോണോമസ് ആകുമ്പോൾ നമുക്ക് കുറേ സ്വയംഭരണ അവകാശങ്ങൾ നമുക്ക് ലഭിക്കും, നമുക്ക് ഫാസ്റ്റ് ആകാൻ സാധിക്കും ഈ മേഖലയിൽ. എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോണോമസ് ആണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റുക എന്നുള്ള, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അതിനുള്ള മറ്റ് വഴികളൊക്കെ, പ്രൊക്യൂർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു കാൽവെപ്പിൽ കൃത്യമായ ഗോളോട് കൂടി, കൃത്യമായ വിഷനോട് കൂടി നമ്മൾ മുമ്പോട്ട് പോവാണ്. ഈ വിറാസിൻ്റെ ഗ്രോത്തിൽ ഇതിന് ചുറ്റുഭാഗത്തും കിട്ടുന്ന, സമൂഹത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് വേറെ സമീകരിക്കാൻ സാധിക്കില്ല. അത്രക്ക് വലിയൊരു ബെനിഫിറ്റാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ നമ്മുടെ ചുറ്റുപാടത്തിൽ പഠിക്കാനുള്ള ഇത്രയും ലോക നിലവാരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളത് അത് നമ്മൾ വളരെ ഒരു ഗ്രേറ്റ് എഫേർട്ടായിട്ട് നമ്മൾ വിലയിരുത്തുകയാണ്. ഒരു ക്യാമ്പസ് ലൈഫ് നമുക്ക് യഥാർത്ഥത്തിൽ വിറാസിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനി ബിൽഡിംഗ് ഓഫറിംഗ് വിത്ത് അക്കാഡമിക്സ് എന്നുള്ളത് ഒരു കോളേജായിട്ട് കൺവേർട്ട് ചെയ്യുകയും, എന്നാൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതാണ് ക്യാമ്പസ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിനപ്പുറം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കിൽസിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അത് പ്ലേസ് ചെയ്യപ്പെടാനും അവർക്കുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു വിറാസിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരവും യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിറാസിൽ ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ട് എന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കമന്റുകൾ കേൾക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്.
ഒരുപാട് മേഖലകളിൽ അവരുടെ ക്ലാസ് റൂമിനപ്പുറമുള്ള മേഖലകളിൽ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, വിറാസിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ഇനീഷ്യൽ ലെവലിലുള്ള ഓറിയൻറ്റേഷൻ ഒക്കെ നടന്നതിന് ശേഷം നമ്മൾ ആ വിദ്യാർത്ഥിയിലുള്ള ടാലൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ വലിയ സ്കോർ മാർക്കൊന്നും വാങ്ങിച്ചിട്ടായിരിക്കില്ല ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. സാധാരണ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊക്കെ കയറി വരുന്ന വിദ്യാർത്ഥികളായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരിൽ നിന്നുള്ള അവരെ ഒന്ന് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് ഉണ്ട് കുറേ അധികം. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ കുട്ടികളിലുള്ള ടാലൻറ്റുകൾ സംഭവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾ ആരൊക്കെയാണ് വളരെ ഇൻട്രോവേർട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെന്ന് മനസ്സിലാക്കി അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് EPS പോലെയുള്ള കോഴ്സുകൾ കൊടുക്കും, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അതിനോളം മികച്ച വേറെ കോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കും. അത്തരം കുട്ടികളെ ആ ഗ്രൂപ്പിലേക്ക് ചേർത്ത് എത്രയും പെട്ടെന്ന് തന്നെ അവർ ഫ്രണ്ട് എൻഡിലേക്ക് അവർ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി, സ്പോർട്സ്, ആർട്സ് അതുപോലുള്ള എന്തെങ്കിലും മേഖലകളിൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ആ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. ക്ലബ്ബുകൾ അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യും. ഈ കുട്ടി ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ മുഖ്യധാരയിലേക്ക് വരുന്ന രൂപത്തിൽ നമ്മളൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ക്യാമ്പസിൻ്റെ രീതിയിൽ കുട്ടികൾക്ക് വളർച്ചയുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇവിടെ വന്നാൽ കാണാം, ഓരോ ബിൽഡിങ്ങിലും ഓരോ ക്ലാസ് റൂമിലും പിന്നെ നമ്മുടെ കലോത്സവത്തിനും മറ്റും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന കാണാം. ചിലപ്പോൾ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം, ഒരു ഭാഗത്ത് വേറെ സംഗതി കോൽക്കളി കേൾക്കാം, അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാം. ക്യാമ്പസ് ഫുള്ള് ലൈവാണ് എല്ലാ സമയത്തും. ഒരു ഭാഗത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, ഒരു ഭാഗത്ത് മറ്റു ഗെയിംസിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതായത് കേവലം പഠനം എല്ലാ സമയത്തും പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക് പ്രോസസ്സ് മാത്രമല്ല പിന്നെ യഥാർത്ഥത്തിൽ വിറാസിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ചോദിച്ചതിൻ്റെ ഒരു ആംഗിൾ അത് തന്നെയായിരിക്കും. അത് കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ വിറാസിന്റെ നേട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി അതിനെ കാണാൻ സാധിക്കും. 3 വൈസ് ചാൻസലർ ട്രോഫികൾ, 6 യൂണിവേഴ്സിറ്റി ട്രോഫികൾ, മറ്റോരോ മേഖലയിലും കലോത്സവത്തിലുള്ള മികവ്, ഇങ്ങനെ ഇനി അക്കാദമിക്സ് ആണെങ്കിൽ അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. എല്ലാ മേഖലയിലും സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, അക്കാദമിക്സ് ആവട്ടെ, എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ ഇത്തരം സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു. അത് അവർക്ക് പ്രദർശിപ്പിക്കുവാനുള്ള ഒരു ഏരിയ, ഒരു പ്ലാറ്റ്ഫോം വിറാസ് ഒരുക്കുന്നു എന്നത് എനിക്ക് തോന്നുന്നു. അത് തന്നെയായിരിക്കും വിറാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്പെഷ്യാലിറ്റി. ഈ NAAC അക്രഡിറ്റേഷൻ നമുക്ക് നൽകിയ ഒരു എനർജി ഒന്ന് വേറെ തന്നെയാണ്. ആ എനർജിയുടെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കലോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനത്തും ഓഫ് സ്റ്റേജിൽ നമ്മൾ ചാമ്പ്യന്മാരായതും അതുകൊണ്ട് തന്നെയാണ്. ഏകദേശം എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജൊക്കെ കൂടി ഏകദേശം 100ഓളം കോളേജുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിലാണ് നമ്മൾ ഓഫ് സ്റ്റേജ് ചാമ്പ്യന്മാരാകുന്നത്. ആകെ 15 വർഷം 16 വർഷം മാത്രമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓവറോൾ കിരീടത്തിൽ നമ്മൾ 3ാം സ്ഥാനത്ത് എത്തി എന്നൊക്കെ പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നമ്മളത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ഒരു മെക്കാനിസത്തിലൂടെയും കൃത്യമായ ടാർഗറ്റിലൂടെയും മാത്രം സാധിച്ചെടുക്കുക. ഇതൊന്നും ആക്സിഡൻ്റൽ അല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളിലുള്ള ടാലൻറ്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. ആ ടാലൻറ്റ് കണ്ടെത്തുമ്പോൾ മാത്രമേ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നമുക്ക് ചാമ്പ്യൻ ആവണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇനത്തിലോ 2 ഇനത്തിലോ പിന്നെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെയുള്ള കുട്ടികളിൽ എന്തൊക്കെ ടാലൻ്റ് ഉണ്ടോ ആ ടാലൻറ്റ് തേച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് വിവിധ എല്ലാ വിധത്തിലുള്ള എല്ലാ കോമ്പറ്റീഷൻസിലും നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 1, 2, 3, 10 പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് വിറാസ് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തു. അതിന് ഞാൻ അതിന് നേതൃത്വം കൊടുത്ത ഫാക്കൽറ്റീസിനൊക്കെ എപ്പോഴും ഞാൻ അതിന് വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം അത് വലിയൊരു പണിയാണ് അവർ എടുത്ത് നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത്. റിയാസ് സാർ ഇപ്പോൾ സംസാരിച്ചതിൽ ഒന്നും ആക്സിഡൻ്റ് അല്ല എന്ന് പറഞ്ഞ കാര്യം അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം കലോത്സവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് മീറ്റിങ്ങിൽ ഈ സ്റ്റാഫ് അഡ്വൈസർ സംസാരിക്കുകയുണ്ടായി. കലോത്സവത്തിൻ്റെ 1ാമത്തെ ഐറ്റമായ പൂക്കള മത്സരം, ആ 1ാമത്തെ ഐറ്റം അവിടെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ പേര് വരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇനി അഥവാ ആ മത്സരം എങ്ങാനും ഹോൾഡായി പോയിട്ടുണ്ടെങ്കിൽ
രണ്ടാമതുള്ള ക്ലേ മോഡലിംഗ് എന്തായാലും നമ്മൾ തന്നെ വരണം എന്ന് പറഞ്ഞ് അതിന് ട്രെയിനറെയൊക്കെ വെച്ച് അതിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി കണ്ടാൽ തന്നെ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒന്നും ആക്സിഡന്റലി അല്ല ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് അത്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? യഥാർത്ഥത്തിൽ നമ്മളെ പോലുള്ള 15 വർഷം മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അങ്ങനെ അങ്ങനെ അങ്ങ് ഫോർ ഫ്രണ്ടിലേക്ക് വരാൻ സാധിക്കില്ല. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഫോർ ഫ്രണ്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ടീം ഫോം ചെയ്ത് വർക്ക് ചെയ്തത്. നമുക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഇതിലുണ്ട് നമുക്ക്. കാരണം ഒന്ന് കുട്ടികളുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാധനം. അത്ര ഈസി അല്ല അത്. പക്ഷേ നമ്മളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് കുട്ടികളത് നേടിയെടുത്തു എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമാണ്. നമ്മൾ ഈ കേവലം ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല ഇത്തരം ഒരു രീതി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ വിറാസിൻ്റെ അക്കാഡമിക് പാർട്ടിലായാലും ഇനി നോൺ അക്കാഡമിക് ഏരിയയിലായാലും ഇനി മറ്റ് ഏത് സംഗതികളിലായാലും നമ്മൾ സെപ്പറേറ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഗോൾ, സ്ട്രാറ്റജി ആൻഡ് സിസ്റ്റം ഇത് ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മൾ പിന്നെ എല്ലാ അച്ചീവ്മെൻറ്റും നേടുന്നത്. ഇനി അങ്ങോട്ടുള്ള കാൽവെപ്പുകളും വളരെ സയൻറ്റിഫിക് ആയിക്കൊണ്ട് നമ്മൾ പുതിയ ലോകക്രമത്തിലും പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിലും പുതിയ ജനറേഷൻ്റെ ഫിറ്റായ രൂപത്തിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളൊരു സ്വാഭാവികമായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ കാൽക്കുലേറ്റഡ് തന്നെയാണ്. സ്കിൽ കോഴ്സ് ഓർ ഡിഗ്രി, ഇത് +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലെ വലിയൊരു കൺഫ്യൂഷനാണ്. ഞാനിനി 4 വർഷത്തെ ഡിഗ്രി എടുത്ത് വീണ്ടും ഒരു പ്ലേസ്മെൻറ്റിലേക്ക് പോകണോ, അതല്ല 6 മാസം മുതൽ തുടങ്ങുന്ന ഒരുപാട് സ്കിൽ കോഴ്സുകൾ നിലവിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് എൻ്റെ ഒരു പ്രൊഫഷൻ ആ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെയും അവരുടെ രക്ഷിതാവിൻ്റെയും മനസ്സിൽ എപ്പോഴും വരുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഞാൻ അതിനെക്കുറിച്ച് പറയാം. കമ്പൈൻഡ് ആയിട്ട് സ്കില്ലും അതേസമയം ഒരു ഡിഗ്രിയും കോഴ്സ് ഒരുമിച്ച് ഈ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ഡിഗ്രി നമുക്ക് നൽകുന്ന കോൺഫിഡൻസ് ഒന്ന് വേറെയാണ്. സ്കില്ലിൽ മാത്രം ഊന്നിക്കൊണ്ട് ജോബിലേക്ക് പ്ലേസ് ചെയ്ത ആൾക്ക് എപ്പോഴും ഉണ്ടാവും ബാക്ക് എൻഡിൽ ഞാനൊരു ഡിഗ്രി ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് മറ്റു കുറേ ഗുണങ്ങളും അച്ചീവ് ചെയ്യണമെങ്കിൽ ഹോളിസ്റ്റിക് ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും സ്കില്ല് നമ്മുടെ ഡിഗ്രി UG കോഴ്സിൻ്റെ അല്ലെങ്കിൽ PG കോഴ്സിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് ഒരു കുട്ടിയുടെ ആ വളർച്ച നമുക്ക് അർത്ഥത്തിൽ ലഭിക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ 5% മാത്രമേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ നടക്കുന്നുള്ളൂ. ബാക്കി 95% ഹയറിംഗ് നടക്കുന്നത് ഓഫ് ക്യാമ്പസുകളിലാണ്. അപ്പോൾ ഈ ഓഫ് ക്യാമ്പസുകളിലെ ഹയറിങ്ങിന് ഉത്തര മലബാറിലുള്ള നമ്മുടെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിലെ വിദ്യാർത്ഥികൾക്കും അതിലെ കാൻഡിഡേറ്റ്സിനും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ആ കോമ്പറ്റൻസിന് പരിധിയും പരിമിതിയൊന്നുമില്ല. നമ്മുടെ ടെക്നോളജി നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ്. മുന്നേ കാലത്ത് അങ്ങനെയല്ല. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് എന്തോ ഒരു വിദ്യാഭ്യാസമൊക്കെ നേടിയാൽ മാത്രമേ പ്രമുഖ കമ്പനികളിൽ കയറാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ ധാരാളം ആളുകൾക്ക്, ധാരാളം കാൻഡിഡേറ്റ്സിന് ഇത്തരം അച്ചീവ്മെൻറ്റ്സ് ലഭിക്കുന്നത് ഈ ടെക്നോളജിയുടെ ഈ മാറ്റത്തിൻ്റെ ഗുണം ആണ്. ആ അർത്ഥത്തിൽ നമ്മളും മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ 95% ഹയറിങ് നടക്കുന്നത് പുറത്താണ്. അപ്പോൾ അതിന് നമ്മുടെ വിദ്യാർത്ഥികളെ കോമ്പറ്റീറ്റീവ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതവിടെയാണ് സ്കില്ല് കടന്നു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു ATS ഫ്രണ്ട്ലി നമുക്കൊരു റെസ്യൂമേ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് മിക്ക കുട്ടികൾക്കും അറിയില്ല. ഡിഗ്രിയും PG ഒക്കെ ഉണ്ടാവും പൊതുവെ. പക്ഷെ വിറാസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ATS ഫ്രണ്ട്ലി ഒരു റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കുട്ടികൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇൻ്റർവ്യൂസിലും അതുപോലെയുള്ള ഹയറിങ്ങിലൊക്കെ നമ്മുടെ കുട്ടികൾ ടോപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ, ഒരു 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് എടുത്ത് അവരോട് എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാനിവിടെ ക്യാമ്പസിൽ വരുമ്പോൾ വളരെ ഇൻട്രോവേർട്ടായിരുന്നു, വളരെ അന്തർമുഖനായിട്ട് വന്നൊരു കുട്ടിയാണ്. പക്ഷേ വിറാസിലെ സിസ്റ്റംസ് എന്നെ നന്നായി സ്വാധീനിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കുട്ടികളെ നിങ്ങൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉറപ്പ് തരുന്നു 90% വിദ്യാർത്ഥികൾക്കും അതിൽ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 1-ാം തീയതി മുതൽ തന്നെ അവരെ നമ്മൾ റൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കേവലം അക്കാഡമിക് എന്ന് മാത്രമല്ല,
മറ്റ് മേഖലകളിൽ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ EPS പോലെയുള്ള കോഴ്സുകൾ കൊടുത്തും ഓറിയൻറ്റേഷൻസ് കൊടുത്തും നമ്മൾ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇവിടെ അതിനുള്ള പിന്നെ സിസ്റ്റംസ് നമ്മളിവിടെ ഉണ്ട് വിറാസിൽ. നിങ്ങൾ നോക്കൂ, ഒന്ന് IBM പോലെയുള്ള ഇൻ്റർനാഷണൽ ടീമായിട്ടുള്ള കൊലാബറേഷൻ. നമുക്കുള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BCA, BSc AML ഇത് 2 കോഴ്സാണ് ഇവിടെ യൂണിവേഴ്സിറ്റി കോഴ്സസ് ഉള്ളത്. പക്ഷെ ഇത് രണ്ടും പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടില്ല, പാരലൽ സ്കിൽസ് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ നമ്മൾ തീരുമാനിച്ചു ട്രെൻഡി ആയിട്ടുള്ള സ്കിൽസൊക്കെ ഏറ്റവും ടോപ്പ് നോച്ച് കമ്പനികളുടെ ട്രെയിനിങ് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ IBM ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്തത്. അതൊരു ഓൺലൈൻ കോഴ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഓഫ്ലൈനിൽ IBMൻ്റെ ഫാക്കൽറ്റീസ് വന്നിട്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് നമ്മൾ IBMന് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈബർ സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റും കൊമേഴ്സും സെക്ടേഴ്സിലുള്ള പിന്നെ വിദ്യാർത്ഥികൾക്ക് കൂടി നമ്മൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന കോഴ്സും IBMന് നമ്മൾ നൽകുന്നുണ്ട്. അങ്ങനെ അവരെ എന്താ വെച്ചാൽ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാണ് കുട്ടികളെ. ഇതോടുകൂടി ഇതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെയാണ് ഈ ASAP എന്നുള്ള സിസ്റ്റം. ASAP സ്കിൽ ഡെവലപ്മെൻറ്റ് ടാർഗറ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഈ ASAPുമായിട്ട് നമുക്ക് MOU ഉണ്ട്. ASAPിൻ്റെ കൂടുതൽ പിന്നെ പരിശീലനങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് നൽകും. ആ അർത്ഥത്തിലുള്ള ഓപ്പണിങ്സ് നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്യുബേഷൻ സെൻ്ററുകൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പോവാണ്. അതുപോലുള്ള പിന്നെ കുറേ കാര്യങ്ങൾ ഇനിയും ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്കില്ല് എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സ്കില്ല് ഇതിൻ്റെ പാരലായിട്ട് നമ്മൾ കൊണ്ടുവരണം. പക്ഷെ പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താ വെച്ചാൽ സ്കില്ല് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നല്ല. ഓരോ വ്യക്തിക്കുള്ള സ്കില്ല് +2 കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് മൗഢ്യമാണ്. ചില ആളുകളുടെ ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഭൂരിപക്ഷം ആളുകളുടെയും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ശേഷം മാത്രമേ ഏത് ഡയറക്ഷനിലാണ് അവർ യഥാർത്ഥത്തിൽ മൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും വന്ന് കുട്ടികൾ കോഴ്സ് എടുക്കും. കോഴ്സ് എടുക്കുന്നതിന് മുന്നേ ഒരാലോചന ഉണ്ടാവില്ല. ചങ്ങാതി എന്ത് കോഴ്സ് എടുത്തോ അതേ കോഴ്സിന് പോയി ചേരുന്ന കുട്ടികളാണ് നമ്മുടെ ഈ ചുറ്റുപാടത്ത് കൂടുതലും ആളുകളെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. അവരവരുടെ സംഗതികളും അതിന് ഇപ്പോഴത്തെ ഒരു സിസ്റ്റംസ് തന്നെ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ, സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ വിറാസിൽ പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു ട്രെൻഡാണല്ലോ എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ എന്നുള്ളത്. നമ്മളുടെ സ്റ്റുഡൻസ് മറ്റ് കൺട്രീസിലേക്ക് മറ്റ് പ്ലേസിലേക്കൊക്കെ ഈ എഡ്യൂക്കേഷൻ നേടുവാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ മൈഗ്രേഷൻ പിന്നീട് അവരിവിടെ നിന്ന് തന്നെ അവിടെ മറ്റ് മേഖലയിലേക്ക് പറിച്ചു നടന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൽ വലിയ ഇടിവ് സംഭവിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസീസ് പോലും യഥാർത്ഥത്തിൽ ആ ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഈ സിസ്റ്റത്തിനെ തിരിച്ച് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. ഈ വിറാസിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിലെ വിറാസിൻ്റെ ഇടപെടൽ എത്രത്തോളം ആ ഒരു ബ്രെയിൻ ഗെയിനിനെ സഹായിക്കുന്നുണ്ട്? നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം ഇപ്പോൾ നമ്മുടെ യൂറോപ്പ്, അമേരിക്ക ഇങ്ങനെയുള്ള കൺട്രീസിനും ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മളെടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ പിറകിലാവാനുള്ള പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അവരിൽ നിന്നും ചിലത് പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഫോർ ഫ്രണ്ടിൽ വന്നിട്ട് അവരെ കടത്തിവിട്ടാനുള്ള ടാർജറ്റ് നമ്മുടെ ഭരണകൂടത്തിന് പലപ്പോഴും ഇല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആർക്കും ആരുടെയും മുകളിൽ കയറി വരാൻ സാധിക്കും. അത്തരത്തിൽ ചിന്ത നമുക്ക് വേണം ഭരണാധികാരികൾക്ക്. അപ്പോൾ നമ്മളെപ്പോഴും അവിടെയുള്ള എന്തോ ഒരു സാധനം അതിനെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഒരു ചേഞ്ചസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായതാണ് NEP 2020 എന്നുള്ളത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ പോളിസിയിൽ അതിൽ കുറേ മോശം സൈഡും ഉണ്ട് കുറച്ചൊക്കെ. ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് സൈഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇന്ത്യയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫാസ്റ്റ് വി ഇംപ്ലിമെൻറ്റ് ഓൾ ദോസ് തിങ്സ്. എനിക്ക് മനസ്സിലാകുന്ന കർണാടകയിൽ മറ്റും ഇത് ഒരു ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നു, 1 വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു, 2 വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു, പിന്നെ അത് സൈഡാക്കി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആസൂത്രണത്തിൻ്റെ കുറവാണ് ഇതൊക്കെ കാരണം. പക്ഷേ NEP 2020 വെച്ചിട്ട് ഇതൊക്കെ സ്റ്റുഡൻറ് സെൻട്രിക്കും സ്റ്റുഡൻറ് ഫോക്കസ്ഡുമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻറ്റിന് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. ഇത് പ്രകാരം ഇപ്പോൾ ഒരു വർഷം ഡിഗ്രി പൂർത്തിയാക്കി ആ കുട്ടിക്ക്
തുടർ പഠനം കഴിയുന്നില്ല, കുട്ടിക്ക് പല ഡിഫിക്കൽട്ടി, അത് പല സാഹചര്യങ്ങളാലാവാം. ചിലപ്പോൾ പിന്നെ വീട്ടിൽ അത്തരം പശ്ചാത്തലം ഉണ്ടാവില്ല, പല വിഷയങ്ങളും ഉണ്ടാവാം. ആ കുട്ടിക്ക് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 2 വർഷം പൂർത്തിയാക്കി ആ കുട്ടി എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഡിപ്ലോമ കിട്ടും. 3 വർഷം പൂർത്തിയാക്കി കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് ഡിഗ്രി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്നുള്ളത് ആ അർത്ഥത്തിൽ വളരെ ഗുണപ്രദമാണ്. ഇതൊക്കെ വിദേശ രാജ്യങ്ങൾ മുന്നേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഫെസിലിറ്റീസ് അതിൻ്റെ രീതിയിൽ ശാസ്ത്രീയമായിട്ട് നൽകുകയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആ തരത്തിൽ പറയുന്ന തലത്തിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ പോവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ കുറേ ലക്ഷ്യങ്ങളുണ്ട് ആളുകൾക്ക്. ഒന്ന്, സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് എന്നുള്ള ഒരു സംഗതി തന്നെയാണ്. രണ്ടാമത്തെ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ഞാൻ പറയാം. മുന്നേ അത് വളരെ എന്തായാലും ചെയ്യേണ്ട ഒരു എസെൻഷ്യൽ സാധനമായിരുന്നു. കാരണം കേരളത്തിൽ ഈ ഹിന്ദി ബംഗാളികളും മറ്റും നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നതിന് മുന്നേ ഹിന്ദി ആർക്കും അറിയില്ല. ഒരു മനുഷ്യന് ഹിന്ദി അറിയില്ല. അപ്പോൾ പക്ഷെ പിന്നെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ വന്നതിന് ശേഷം എല്ലാവരും ഹിന്ദി പഠിച്ചു എന്നില്ല. ഹിന്ദി പഠിക്കാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ CBSE സ്കൂളുകളിൽ നിന്നും അതുപോലെ പുതിയ ന്യൂജൻ ഒക്കെ പിറന്നു വീഴുന്നത് തന്നെ ഗാഡ്ജറ്റ്സിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവർക്കൊക്കെ യൂട്യൂബിലൂടെയും മൂവീസിലൂടെയും മറ്റൊക്കെ ഓൾറെഡി അവർ ലാംഗ്വേജിൽ അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോകേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഈ IBM കോഴ്സൊക്കെ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി ഫീസ് കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് പഠിക്കാൻ. ഇരട്ടി ഫീസ് കോഴ്സ് ഫീ മാത്രമാണ്. കൂടാതെ താമസം, ഭക്ഷണം, മറ്റ് ചിലവുകളൊക്കെ വരുമ്പോൾ ഇത് ഹ്യൂജ് ബേർഡൻ ആയിട്ട് ഓരോ പാരൻസിനും അത് ബാധിക്കും. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഗതിയിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് മികച്ച ഒരു സക്സസ് ഇതിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സെൽഫ് ഫിനാൻസ് കോളേജിനെ എങ്ങനെ ബാധിക്കും? എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? നോക്കൂ, ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിന് കുറച്ച് പരിമിതികളുണ്ട്, പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂഷന് പ്രത്യേകിച്ചിട്ട്. കാരണം ഇതിൻ്റെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ അത് ഈസിയാണ്. ഇതിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറണമെങ്കിൽ അതൊക്കെ പറ്റും. പക്ഷേ അത് നമ്മുടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ബജറ്റിനെ വളരെ ഇതായിട്ട് ബാധിക്കുന്നതാണ്. കാരണം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബജറ്റ് താളം തെറ്റും. ഈ കോളേജ് പൂട്ടുന്നതിന് തുല്യമാവും. മറ്റ് എയ്ഡഡ് കോളേജിനോ മറ്റു കോളേജിനോ ഇത് ബാധിക്കില്ല. ഇത്തരം കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിലൊരു വേറൊരു സൈഡുണ്ട്. ആ സൈഡ് എന്താ വെച്ചാൽ വളരെ കോമ്പറ്റീറ്റീവായ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മികച്ചത് മാത്രമേ നിലനിൽക്കുള്ളൂ. മികച്ചത് മാത്രമേ നിലനിൽക്കുള്ളൂ. മറ്റുള്ളവർക്ക് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും അങ്ങനെ എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സ്റ്റൈലിലോ അല്ലെങ്കിൽ മറ്റോ നടത്തുന്ന സാധനമല്ല ഇത്. ഇതിൻ്റെ വാല്യൂസും ഇതിന് കുറേ സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സ്ഥാപനമാണ്. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ NEP-യിൽ കുറെ കൂടി കോമ്പറ്റീറ്റീവായിട്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇതിന് കുറേ ഗുണം കിട്ടും. കുട്ടികൾക്ക് ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒരു കുട്ടി ഒരു വർഷം കഴിയുമ്പോഴേക്കും മനസ്സിലാകുന്നത്, BCom ചേർന്നൊരു കുട്ടി ഒരു വർഷം കഴിഞ്ഞ് മനസ്സിലാവും എനിക്ക് ഫിറ്റ് അത് സൈക്കോളജിയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സൈക്കോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വേറെ കമ്പ്യൂട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോകാൻ സാധിക്കും. മുന്നേ അത് കഴിയില്ലായിരുന്നു. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. ആ അർത്ഥത്തിൽ NEP-യെ പോസിറ്റീവായിട്ട് സമീപിക്കുകയും അതിൻ്റെ ഔട്ട്കമ്മിനെ വളരെ പ്ലാൻഡായിട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഒബ്സൊലീറ്റായി പോകുന്നതിലാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസ് മേഖലയിലാവട്ടെ, എയ്ഡഡ് മേഖലയിലാവട്ടെ, ഗവൺമെൻറ്, പ്രൈവറ്റ് മേഖലയിലൊക്കെ. വിറാസ് എങ്ങനെ മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? അതല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച സെൽഫ് ഫിനാൻസിങ് കോളേജ് എങ്ങനെയാണ് വിറാസ് ആയിത്തീരുന്നത്? നോക്കൂ, നമ്മൾ ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും 22 കോളേജുകൾ മാത്രമാണ് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് കോളേജുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ 100 വർഷവും 50 വർഷവും 75 വർഷവും ഒക്കെ ലെഗസിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. പക്ഷേ നമ്മുടെ നീഡ് അതല്ല. നീഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ
ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി പഠിക്കേണ്ട സാഹചര്യം വരുന്നത് ഇവിടെ സീറ്റില്ല സ്ഥാപനം. അങ്ങനെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഒരു കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 75ഓളം യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വിറാസിന് മാറാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റിൻ്റെ വിഷനാണ് അതിൻ്റെ കാരണമെന്നാണ് ഞാൻ പറയാം. കാരണം നമ്മൾ കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള എയ്ഡഡ് കോളേജുകളല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, വിദേശ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ പിന്നെ കോളേജുകൾ. ഇതൊക്കെയാണ് നമ്മുടെ പാരാമീറ്റേഴ്സിൽ വരുന്ന കോമ്പറ്റീറ്റീവ് എഡ്ജിൽ വരുന്ന ഓരോ സംഗതികൾ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മികച്ചതിലേക്ക് മാത്രമാണ് നമ്മുടെ ആലോചന. അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് പീരീഡിൽ തന്നെ കലോത്സവത്തിൽ മികച്ച പിന്നെ പെർഫോമൻസ് 75-100 വർഷം ആയിട്ട് ഈ ഇതിൽ ഡോമിനൻസ് ഉള്ള എയ്ഡഡ് കോളേജുകളെ നമ്മൾ വളർത്തിയടിച്ച്. അത് ചെറിയൊരു കാര്യമല്ല. ഇതേ കാലയളവിൽ ഒരു വർഷം കൊണ്ട് തന്നെ സ്പോർട്സിൽ നമ്മൾ പിന്നെ വൈസ് ചാൻസലർ ട്രോഫി 3 വൈസ് ചാൻസലർ ട്രോഫി നേരിട്ട് നമുക്ക് പിന്നെ വിറാസിന് ലഭിച്ചു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. കബഡി, ബാസ്കറ്റ് ബോൾ, അതുപോലെ ക്രിക്കറ്റ്. ഇതൊക്കെ പിന്നെ ജനകീയമായ മത്സരങ്ങളാണ്, ഗെയിമുകളാണ്. ഈ ഗെയിമിൽ നമ്മൾ വിറാസ് ഈ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി എന്നുള്ളത് നമ്മുടെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ പിന്നെ ഇതാണെന്നാണ് ഞാൻ പറയാം. അതുപോലെ മറ്റിനങ്ങളിലും 6ഓളം ഇൻഡിവിജ്വൽ ട്രോഫീസും അതുപോലെ ഒരു റണ്ണറപ്പ് ട്രോഫിയും ഒക്കെ നമുക്ക് പിന്നെ വിറാസിൽ ലഭിച്ച വർഷമാണ് നമുക്ക് പിന്നെ കടന്നുപോയത്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ വിഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ മികച്ച സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. കൂടാതെ നിങ്ങൾ നോക്കൂ, പിന്നെ വിറാസിൻ്റെ ഒരു വിഷനിലും മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനത്തിലും പെട്ടതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത്. നമുക്ക് അത്ര ഈസി അല്ല ഒരു സെൽഫ് ഫിനാൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ലക്ഷ്യം വെച്ചതാണ് 0 റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതിനെ മാറ്റുന്നുള്ളത്. നമുക്കത് പിന്നെ ഓവർ ദി ഇയേഴ്സ് ഇപ്പോൾ 2026 എത്തുമ്പോഴേക്കും നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. എക്സെപ്ഷണൽ കേസസ് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കത് പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ പിന്നെ കരുതുന്നത്. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത് നമ്മുടെ ഈ വാല്യൂ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ പിന്നെ നിങ്ങൾ നോക്കൂ, കുട്ടികളുടെ കൾച്ചർ, കുട്ടികളുടെ വേഷവിധാനം, കുട്ടികളുടെ പെരുമാറ്റ രീതി, അതുപോലെ ഉള്ള നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹവുമായി എൻഗേജ് ചെയ്യുന്ന ഒരു രീതികൾ. നമ്മുടെ NSS യൂണിറ്റ് എല്ലാ പിന്നെ വർഷവും ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്തുകയും എന്തെങ്കിലും രീതിയിലുള്ള സേവനങ്ങളുമായിട്ട് നമ്മൾ പിന്നെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകൾക്ക് സർവീസ് മെൻറ്റാലിറ്റി നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പിന്നെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പിന്നെ പാലിയേറ്റീവ് സെൻറ്റേഴ്സായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ പാവപ്പെട്ട ആളുകൾ ഒരു വീട് വെച്ച് കൊടുക്കാൻ നമ്മുടെ NSS യൂണിറ്റിന് കൊലാബറേഷനിലൂടെയും മറ്റും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു നേട്ടമാണത്. അത് നമ്മുടെ വിഷൻ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ സാധിച്ചത്. അപ്പോൾ അതൊരു പിന്നെ അത്തരത്തിൽ നമ്മുടെ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഗുണങ്ങൾ നമ്മൾ കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പിന്നെ ഈ ഒരു വളർച്ച ഗ്രോത്ത് നമുക്ക് ലഭിച്ചത്. സ്കോളർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 20% ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 20% വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് പുറത്താണ് പഠിക്കുന്നത്. പലതരം സ്കോളർഷിപ്പുകൾ നമുക്കുണ്ട്. മെറിറ്റ് സ്കോളർഷിപ്പ് പിന്നെ നമുക്കുണ്ട്. വീക്കായിട്ട് ഡൗൺ ട്രോഡൺ ആയിട്ടുള്ള പിന്നെ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓർഫൻസിന് മുഴുവനും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മൾ പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ 20% വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കുന്നുമില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് അല്ല ഇതിൻ്റെ പുറകിലുള്ളത്. ഇതിൻ്റെ പ്രോഫിറ്റ് ഇതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഗ്രോത്ത് സാധ്യമാകുന്നത്. ഈ ഒരു ഫേസ് വിറാസിന്റെ ഒരിക്കലും റിവീൽ ചെയ്യപ്പെടാത്തൊരു ഫേസ് ആയിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞൊരു ഏരിയ, വിറാസിന്റെ സ്കോളർഷിപ്പ്, അതേപോലെ ഓർഫൻസ് സ്റ്റുഡൻസ്. കഴിഞ്ഞ വർഷമാണ് വിറാസ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് മാത്രം, ഇതൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്കോളർഷിപ്പ് ഗൈഡ് പുറത്തിറക്കുകയുണ്ടായി. പ്രൈവറ്റ് സെക്ടറിൽ എത്രത്തോളം സ്കോളർഷിപ്പുകൾ കിട്ടുമെന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ഒട്ടും അവെയർ അല്ല. അങ്ങനെ ഒരു സ്കോളർഷിപ്പ്
ഗൈഡ് പുറത്തിറക്കുകയും വിദ്യാർത്ഥികളെ കൊണ്ട് വ്യത്യസ്തമായ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുകയും അതേപോലെ മെറിറ്റ് സ്കോളർഷിപ്പ് നൽകുന്നു. ഓർഫൻ സ്റ്റുഡൻസ് എണ്ണിയാൽ ഒരുപാട് എണ്ണം ഓർഫൻസ് ഇവിടെ പഠിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഫിറാസിന്റെ ഒരിക്കലും റിവീൽ ചെയ്യപ്പെടാത്ത ഒരു ഫേസ് കൂടിയാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ട്രസ്റ്റിന്റെ വിഷന്റെ ഭാഗമാണത്. കാരണം നമ്മുടെ ചുറ്റുഭാഗത്ത് ധാരാളക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉന്നത സ്ഥാപനങ്ങളിൽ പിന്നെ പഠിച്ച് സ്കിൽസ് നേടി ജോലിയിലേക്ക് എത്താൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അല്ലെങ്കിൽ ആൺകുട്ടികൾ ഏതെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോയി അവരുടെ അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ ഒരു ഹോളിസ്റ്റിക്കേറ്റഡ് ഡെവലപ്മെന്റിന് വേണ്ടി പണിയെടുക്കാൻ ആരോ ഇവിടെ വേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വിറാസിൻ്റെയും വാദിഹുദയുടെയും മാത്രം എഡ്ജാണെന്ന് ഞാൻ ഇതിന് പറയാം. കാരണം അത് ശരിക്കും ഫീൽ ചെയ്ത് മനസ്സിലാക്കിയ വ്യക്തി എന്ന അർത്ഥത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, സമൂഹത്തിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയല്ല. അതൊക്കെ നമ്മുടെ എന്തിന് വൈ വിറാസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് അത് പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ അത് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയാം. ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. റിയാസ് സർ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. അത് മാത്രവുമല്ല വലിയൊരു ആർക്കിടെക്ചർ ഫേമിന്റെ മാനേജിങ് ഡയറക്ടർ കൂടിയാണ്. അവിടെ നിന്ന് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പിലേക്കുള്ള ഒരു മാറ്റം അതെങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ പൊസിഷനിലേക്ക് വരികയും ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എന്താണ് റിയാസ് സാറിന്റെ ഒരു ഫീലിംഗ്? നമ്മുടെ ആർക്കിടെക്ചറൽ കമ്പനി എന്നുള്ളത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. പക്ഷെ അതേസമയം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. മനുഷ്യനൊരു യൂണിലാറ്ററൽ ആയിട്ടുള്ള വളർച്ച മാത്രം പോരാ. മറ്റേ എല്ലാ രീതിയിലുള്ള ഒരു പിന്നെ ഇൻവോൾവ്മെൻറ്റ് മനുഷ്യന് വേണമെന്ന് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ അങ്ങനെ പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തിയായിട്ട് കൂടി നമ്മൾ മാറണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ ആളെന്ന അർത്ഥത്തിൽ എനിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അത് ഞാനൊന്ന് ഈ സെക്ടറിലേക്ക് ഇറങ്ങി കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് ഇതിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ടോട്ടലി കാൽക്കുലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതേസമയം നമ്മുടെ ട്രസ്റ്റാണ് അതിന് എനിക്ക് അവസരങ്ങളും വഴിയൊരുക്കി തന്നത് എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് എനിക്കത് ആ തരത്തിൽ സേവനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണത്. അത് ആർക്കും തന്നെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടും പാരലായിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, പടച്ചവൻ്റെ സഹായത്താൽ. അവസാനമായ ഒരു കാര്യം കൂടി, പുതിയ തലമുറയോട് പ്രത്യേകിച്ച് ഡിഗ്രി 3 വർഷത്തിൽ നിന്ന് 4 വർഷമാക്കി സ്കില്ലാണ് വളരെ നല്ലത് എന്ന അഭിപ്രായം സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന പുതിയ തലമുറയോട് എന്താണ് റിയാസ് സാറിന് പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടുണ്ട്. അതെന്താ വെച്ചാൽ, all of us do not have equal talents, but all of us have an equal opportunity to develop our talents. So we have to tap that opportunity. അപ്പോൾ നമ്മളത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം. കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 10th ആയാലും +2 ഒക്കെ ആയാലും തന്നെ അവർ ആ സമയത്ത് തന്നെ അവർ ഒന്ന് പാരൻസ് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. നമ്മുടെ ടാലൻസ് ഓരോ അവസരങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ മാത്രമേ അവർക്ക് ഏതിലാണ് ടേസ്റ്റ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അവസരങ്ങളില്ലാതെ വെറുതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അവർ ഡിഫറൻഷ്യേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നതിൽ കുറേയൊക്കെ അവർക്ക് അവരെ ഷേപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ എന്നിട്ട് വേണം കോഴ്സസ് ഏതാണെന്നുള്ളത് തീരുമാനിക്കാൻ. ഒരിക്കലും ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷയത്തിൽ തന്നെ ഡിഗ്രിയോട് കൂടി സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാമെന്നുള്ളതാണ്. വെറുതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ട് മാത്രം ഒന്നും നേടാൻ സാധിക്കില്ല. അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലുപ്പവും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെഗസിയും ഒക്കെ നോക്കി മാത്രമേ നമുക്ക് അവിടെ ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുക, ഇനി കേരളത്തിലായാലും ഇനി കണ്ണൂർ ജില്ലയായാലും ഇനി വിറാസ് ആയാലും ഏതായാലും ശരി, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അക്രഡിറ്റേഷൻ നോക്കണം. അതിൻ്റെ ഏതൊക്കെ അഫിലിയേഷൻസ് ഉണ്ടെന്ന് നോക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ഗ്രേഡിൽ അവർ ഉണ്ടെന്ന് നോക്കണം. അവർ റാങ്കിങ്സിലൊക്കെ എവിടെ ഉണ്ട് ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അത്ര അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കാലഘട്ടം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഈസിലി വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് ഇൻഫർമേഷൻസ്.
അപ്പോൾ അതൊക്കെ ആ ഒരു ടെക്നോളജിയൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരു ലോങ് ടേം വിഷനിലൂടെ നമ്മൾ കോഴ്സുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ വിറാസ് അത്തരത്തിലെല്ലാം സെറ്റായി നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് പറയാം. എനിക്ക് വേറെ ഒന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് സമാപിക്കുന്നതോടുകൂടി പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനം എന്നുള്ളത് കേവലം മാനേജ്മെൻറ്റിന് ഒരു വിഷൻ ഉണ്ടാവുന്നത് മാത്രം സാധ്യമല്ല. ഈ നേട്ടങ്ങളൊക്കെ ഒരു ടീം ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, ഇതിൻ്റെ പ്രിൻസിപ്പൾ, ഇതിൻ്റെ ഒരു ടീം പിറകിലുണ്ട്. ഈ ടീമിൻ്റെ അഹോരാത്രമുള്ളൊരു പരിശ്രമം ഇതിൻ്റെ പിറകിലുണ്ട്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനും മറ്റൊക്കെ. അത് എപ്പോഴും ട്രസ്റ്റ് അത് അവരോട് നന്ദിയുള്ളവരായിട്ട് തന്നെ ഉണ്ടാവും അർത്ഥത്തിൽ. ഇനിയും നമ്മുടെ പിന്നെ കാൽവെപ്പുകൾ നന്നായിട്ട് വരുവാൻ വേണ്ടി സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ അത്തരത്തിൽ ജനങ്ങളുടെയും ഒക്കെ പിന്തുണ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. മികച്ച ഇമ്മീഡിയറ്റ് ഗോൾസ് നമുക്കുണ്ട് ഒരു വർഷത്തിനകത്ത്. വളരെ പിന്നെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പിന്നെ ഇമ്മീഡിയറ്റ് ഗോൾസ് നമുക്കുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണം. നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ബെസ്റ്റ് വിഷസ്.